എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു സെക്കൻഡ് ശ്രീ മാത്യു വരാം. ഈ പ്രസംഗത്തിൽ പോലും മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് പറഞ്ഞില്ല. പ്രസംഗത്തിനിടയിൽ ശ്രീ നൗഷാദ് അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊന്നും പറയരുത്. മുഖ്യമന്ത്രി ഡയറക്റ്റ് ആൻസറബിൾ ആക്കിയാണ്. അല്ലല്ല, ഇതിപ്പോ നമ്മൾ കേട്ടതല്ലേ ഇതിപ്പോ നമ്മൾ കേട്ടതല്ലേ ശ്രീ നൗഷാദ്? എല്ലാ പ്രസംഗത്തിലും അവിടെ നടക്കുന്ന പ്രസംഗത്തിലും മുഖ്യമന്ത്രിയെ പരാമർശിക്കും. ഇവിടെ പരാമർശിക്കുന്ന ഒരു കാരണമില്ലേ? അത് ഏത് വകുപ്പാ? നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന അടിയന്തരാവസ്ഥ ഏത് പ്രശ്നത്തിലാ? അത് പരിസ്ഥിതി പ്രശ്നമാണ്. അത് അദ്ദേഹത്തിന്റെ വകുപ്പല്ലേ എന്ന് നേരിട്ട് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയേണ്ടത് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയാനത് അത് പര്യാപ്തമായ ഗ്രൗണ്ട് അവിടെ ഉണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഇതാണ് സത്യം. എനിക്കതിനെ യോജിപ്പില്ല. ഞാനതിന് യോജിക്കില്ല. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ അതെടുത്ത് കാണിച്ചല്ലോ. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയല്ലോ. പക്ഷെ അതിലും എന്താണ് വർത്തമാനം പറയുന്നതിനിടയിൽ ഒരു പരാമർശം. എന്താണ് ശ്രീ നൗഷാദ്? നമുക്ക് ഒന്നുകൂടെ കേൾക്കണോ? ഒന്നുകൂടെ കേൾക്കണോ? ആദ്യത്തെ ഭാഗം മാത്രം മതി, കേൾപ്പിച്ചാൽ മതി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഭാഗം മാത്രം കേൾപ്പിച്ചാൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. നമുക്ക് കേട്ടിട്ട് പോകാം. ഒന്നുകൂടെ കേൾപ്പിക്കാം. ഒരു സെക്കൻഡ് ശ്രീ നൗഷാദ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. പ്രസംഗം പൂർത്തീകരിച്ചില്ല. അതിനു മുമ്പേ അത് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ആ ഭാഗം മാത്രം. അവർ നടുത്തളത്തിൽ ഇറങ്ങി. തുടക്കം മാത്രം. എന്താ ഉറക്കം വരുന്നു? ഞാൻ വിചാരിച്ചത് ആരാണ് ഇതിന്റെ മന്ത്രി എന്ന് വിചാരിച്ചു. മലിനീകരണ നിയന്ത്രണം. അപ്പൊ നോക്കിയപ്പോ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം. അങ്ങ് എന്താണ് ചെയ്തത്? അങ്ങയുടെ വകുപ്പിൽ വായുവും വെള്ളവും മുഴുവൻ മലിനീകരിക്കപ്പെടുന്ന കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഏറ്റവും ഗുരുതരമായ ഒരു മലിനീകരണ പ്രശ്നം. മതി ശ്രീ നൗഷാദ്, ഇത് പോരെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ? പിന്നെ എന്താണ് വേണ്ടത് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ? മറുപടി അദ്ദേഹം പ്രസംഗം തീർന്നിട്ടല്ലേ മറുപടി പറയേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? എന്നിട്ട് പറഞ്ഞോ? ആ മറുപടി പറയുന്ന തരത്തിലേക്ക് എന്നിട്ട് പറഞ്ഞോ? അല്ലല്ല, എന്നിട്ട് പറഞ്ഞോ? അവിടെ സിറ്റുവേഷൻ പോയി. എന്നിട്ട് പറഞ്ഞോ? അതിനു മുമ്പേ ഒരു സെക്കൻഡ് ശ്രീ നൗഷാദ്. അല്ലല്ല, ഇതേ മാത്യു കുഴൽനാടൻ, ശ്രീ മാത്യു ഇവിടെ ഉണ്ടായത് നന്നായി. ഇതേ മാത്യു കുഴൽനാടൻ ഒരു വിഷയം ഉന്നയിച്ചപ്പോ മുഖ്യമന്ത്രി ഏത് ഘട്ടത്തിലാണ് മറുപടി പറഞ്ഞത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ച് അതെ മുഖ്യമന്ത്രിയുടെ ഒരു അംഗം സംസാരിച്ച് നിർത്തിയ ശേഷം ആയിരുന്നു അത്. ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞപ്പോ ആക്ഷേപിച്ച് വർത്തമാനം പറഞ്ഞാൽ ഏതൊരംഗത്തിനും, മുഖ്യമന്ത്രി എന്നല്ല ഏതൊരംഗത്തിനും അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ ഒരു കൂട്ടം ജനങ്ങൾ ശ്വാസവായുവിന് വേണ്ടി ബുദ്ധിമുട്ടിയാൽ അതേക്കുറിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഇടപെടാൻ പര്യാപ്തമായ ഗ്രൗണ്ട് അല്ല. മറുപടി പറയാനുള്ള അവസരം ഉണ്ടായില്ല. എവിടെ സാർ? എവിടെ? അവിടെ മറുപടി പറയാൻ അതിനുശേഷം സഭ ചേർന്നില്ലേ? ഇവർ നടുത്തളത്തിൽ ഇറങ്ങിയല്ലോ. അദ്ദേഹത്തിന് മൈക്ക് ഓഫ് ചെയ്തപ്പോ നടുത്തളത്തിൽ ഇറങ്ങിയല്ലോ. അദ്ദേഹത്തിന് പ്രസംഗം പൂർത്തിയാക്കാൻ അല്ലല്ല ഒരു സെക്കൻഡ് എന്തറിയില്ലെന്ന് ശ്രീ നൗഷാദ്, അതിനൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു സെക്കൻഡ് ശ്രീ നൗഷാദ്, ഞാൻ പറയാം. അല്ലല്ല ഒരു സെക്കൻഡ്. അടുത്ത ഘട്ടത്തിലേക്ക് പോയി. എവിടെ പോയി? ഇതൊരു നടത്തു പോണ മാതിരില്ല. സ്പീക്കർ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. അതിനിടയിൽ മുഖ്യമന്ത്രി എണീറ്റ് എന്ന് പറയാൻ പറ്റില്ലേ? അല്ലല്ല ഒരു സെക്കൻഡ്, പറ്റില്ലേ? നിനക്ക് ഗുരു ഉണ്ട് പോകൂടാ. അല്ല നിങ്ങള് ഈ അവിടെ ഇത് അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടില്ല സാർ. താങ്കൾ ദയവായി ഇത് ന്യായീകരിക്കണ്ട. അദ്ദേഹം താല്പര്യപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല. അതെ, അതിനപ്പുറത്ത് ഒരു വാക്ക് പറയാം. അദ്ദേഹത്തിന് താല്പര്യമില്ല. താങ്കൾ ദയവായി ഇത്ര ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യും. അല്ല, മാലിന്യ കൂമ്പാരം എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് 40 ഏക്കറിൽ അത് മാത്രമല്ല സംസാരിക്കേണ്ടത്. 5 ലക്ഷത്തിലധികം ടൺ മാലിന്യം കൂമ്പാരം ഉണ്ടായത് എങ്ങനെ? ഒരു സെക്കൻഡ് മാലിന്യക്കൂമ്പാരം വിഷയം തന്നെയാണ്. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിക്കുക. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം മന്ത്രിമാർ ഇടപെട്ടെന്ന് പറഞ്ഞല്ലോ. ആ മന്ത്രിമാർ എന്ത് ചെയ്തു? നമുക്കത് സംസാരിക്കണം. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം മന്ത്രിമാർ ഇടപെട്ടല്ലോ. ആ മന്ത്രിമാർ എന്ത് ചെയ്തു? ഈ ഗൗരവത്തിന്റെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം അതേ അളവിൽ ഈ നാട്ടിലെ ജനങ്ങളോട് മന്ത്രിമാർ പറഞ്ഞോ?
ஏன்டா என்ன டென்ஷன் பண்ற?